നമസ്കാരം. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം എന്ന് ചോദിച്ചതുപോലെ സച്ചിദാനന്ദൻ എന്തിനാവും ഈ കമ്മിറ്റിയിൽ? മേതിൽ ദേവിക അവർ നർത്തകിയാണ്, മുകേഷിൻ്റെ മുൻ ഭാര്യ. എം ജയചന്ദ്രൻ, നമ്മുടെ സംഗീത സംവിധായകൻ പാവൻ ജയചന്ദ്രൻ, ടി എ കൃഷ്ണൻ, വി കെ ജോസഫ്, മല്ലിക സാരാഭായി, പി ടി ശശികുമാർ, പിന്നെ കുറേ സെക്രട്ടറിമാർ, റസൂൽ പൂക്കുട്ടി, എഡിറ്റർ അജിത്ത്, ബീന പോൾ, സൂര്യ കൃഷ്ണമൂർത്തി, ഇവരൊക്കെയാണോ ഒരു ഫെസ്റ്റിവൽ കോംപ്ലക്സിനും ഫിലിം സിറ്റിയും പണിയാനുള്ള കമ്മിറ്റിക്കാർ? കാട്ടിലെ തടി തേവരാന വലിയടാ വലി എന്ന് പറഞ്ഞതുപോലെ വേറെ ആർക്കോ ഇതിൽ കാശുണ്ടാക്കാൻ വേണ്ടി ഇതുപോലുള്ള കുറേ വഴിപാടുകളുടെ പേര് വെച്ചതായിരിക്കണം. ഇവരെല്ലാം അവരവരുടെ രംഗത്ത് പ്രശസ്തരാണ്. പക്ഷേ ഈ ഫിലിം ഫെസ്റ്റിവൽ കോംപ്ലക്സ് ഉണ്ടാക്കുന്നിടത്തും ഫിലിം സിറ്റി ഉണ്ടാക്കുന്നിടത്ത് ഇവർക്ക് എന്താണ് കാര്യമെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ഈ ലിസ്റ്റ് ഉണ്ടാക്കുന്ന കാലത്ത് ഗണേശനായിരുന്നു സിനിമാ മന്ത്രിയെങ്കിൽ ഈ പറഞ്ഞ ലിസ്റ്റിലെ സാബു സിറിൽ ഒഴികെ ഒറ്റ എണ്ണത്തിനെ തിരുവല്ലം കുന്നു കയറാൻ സമ്മതിക്കില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ആർ കെ രാധാകൃഷ്ണനെ പോലെ, പുഷ്പരാജിനെ പോലെ, ബോബനെ പോലെ ഈ സിനിമ അറിയാവുന്ന, കലാസംവിധാനം അറിയാവുന്ന അത്തരം ആൾക്കാരെ ഗണേശനെ പോലുള്ള ഒരാൾ വയ്ക്കുള്ളായിരുന്നു. ഇനി പ്രേംകുമാറിൻ്റെ കാര്യം, അയാളെ മാന്യമായി മാറ്റാത്തതിനെ പരസ്യമായി വിമർശിച്ചത് ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ മാത്രമായിരുന്നു എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാം. നിങ്ങൾ കണ്ടിരിക്കുമല്ലോ, അത് പ്രേമനെ മാറ്റിയപ്പോൾ അല്ലെങ്കിൽ പ്രേമനെ മാറ്റേണ്ട രീതിയിൽ മാറ്റാത്തപ്പോൾ അതിനെ വിമർശിച്ച ഒരൊറ്റ ചാനൽ നമ്മുടേതായിരുന്നു. പെന്തക്കോസ്തുകാരനോ മറ്റോ ആണ് പ്രേമൻ. അപ്പോൾ അയാൾക്ക് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവാൻ കഴിയില്ല. ഇവർ മണ്ടന്മാർ വിശ്വസിച്ചാണ് ഇയാൾ കമ്മ്യൂണിസ്റ്റ് എന്ന്. ഇയാൾക്ക് കമ്മ്യൂണിസ്റ്റ് ഒന്നും ആവാൻ പറ്റില്ല. പെന്തക്കോസ്തുകാരൻ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനവിടെ, അത് അയാളുടെ സ്വകാര്യം എന്ന് പറയാം. നല്ല ഫ്ലെക്സിബിളാണ് താനെന്ന് പ്രേമൻ ഒരുപാടടുത്ത് തെളിയിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിൽ പുരോഗമനപരമായ 4 തള്ളു തള്ളിയപ്പോൾ മണ്ടന്മാരായ എൻ്റെ പാർട്ടിക്കാർ കരുതി ഇവൻ നല്ല ചോപ്പനാണെന്ന്. ചുമ്മാതിരിക്കാതെ 4 ലേഖനം എഴുതി പ്രേമ ദേശാഭിമാനിയിലെന്ന് പറഞ്ഞപ്പോൾ പ്രേമൻ എഴുതി തള്ളിക്കൊടുത്തു. വെറും നാടകക്കാരനായ പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ ആക്കാനോ മെമ്പറാക്കാനോ എൻ്റെ പാർട്ടിക്ക് ഒരു സംശയവും തോന്നിയില്ല. ആക്കി. സ്വന്തം കാറിൽ വൈസ് ചെയർമാൻ ബോർഡും വെച്ച് പ്രേമൻ കറങ്ങി. കേന്ദ്ര സഹമന്ത്രി എന്നാണ് പേരെങ്കിലും ഭരണസിരാ കേന്ദ്രത്തിൽ ഒരു റോളുമില്ലാത്ത നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയെ പോലെ ഒരു പണിയും പ്രേമന് കൊടുക്കാതെ രഞ്ജിത്ത് അധികാരം കൈവശം വെച്ചപ്പോഴും പ്രേമൻ പരിഭവം പറയാതെ, പരാതി പറയാതെ ബോർഡും വെച്ച് അങ്ങനെ കറങ്ങി നടന്നു കുറേ കാലം. കോഴിക്കോട്ട് ബോധമില്ലാതെ നടക്കുന്ന രഞ്ജിത്ത് വരാത്തതിനാൽ എറണാകുളം വരെയുള്ള വല്ല സിനിമാക്കാരനും ചത്താൽ പോയി റീത്ത് വയ്ക്കാൻ മാത്രമായിരുന്നു അക്കാലത്ത് പ്രേമൻ്റെ പണി. 10,000 കുലുവ ശമ്പളവും കാറിലൊരു ബോർഡും. ഇപ്പം പറയുന്നത് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല, കമ്മ്യൂണിസ്റ്റേ അല്ല, എൻ്റെ അപ്പൻ കോൺഗ്രസ് കോൺഗ്രസ്സാണ്, എൻ്റെ അപ്പൻ്റെ അപ്പൻ ഉത്തമ കോൺഗ്രസ്സാണ്, ഞാനും കോൺഗ്രസ്സാണ് എന്നാണ്. ഈ കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിട്ടിട്ട് കാക്ക പാവം അടയിരിക്കും. പറക്കാറാവുമ്പോൾ, വിരിഞ്ഞ് പറക്കാറാവുമ്പോൾ കുയിൽ ഒരു ദിവസം കാക്കയെ നോക്കി ഒരൊറ്റ കൂവൽ കൂകിയിട്ട് പറന്നങ്ങ് പോകും. അതുപോലെയാണ് പ്രേമം പറയുന്നത്, എൻ്റെ അപ്പൻ കോൺഗ്രസ്, അപ്പൻ്റെ അപ്പൻ ഉത്തമ കോൺഗ്രസ്, ഞാനും കോൺഗ്രസ്. ഞാൻ ചോദിക്കട്ടെ പ്രേമ, നാണം മാനം അല്പം ഉണ്ടായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ എല്ലും കഷ്ണത്തിൽ കയറി കടിക്കാമോ ഈ ഉത്തമ കോൺഗ്രസ്സുകാരാ എന്നാണ് എനിക്ക് പ്രേമനോട് ചോദിക്കാനുള്ളത്. നാളെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ചെയർമാൻ സ്ഥാനം വച്ച് നീട്ടിയാലും പ്രേംകുമാർ ചാടി പിടിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. ഈ പാർട്ടി അല്ലാതെ പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനും ചെയർമാൻ്റെ ചുമതലയും തരുമോ എന്നാണ് എനിക്ക് പ്രേമൻ ആലോചിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. കോൺഗ്രസ് ആണെങ്കിൽ കൊടുക്കൂ, ഉത്തമ കോൺഗ്രസ്സുകാരനായ പ്രേമനെ അക്കാദമി ചെയർമാനാക്കൂ, വിവരം അറിയും. ചെയർമാൻ്റെ ചുമതലയും പ്രേമന് നൽകില്ല. അപ്പനും അപ്പൂപ്പനും കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ UDF ഭരിക്കുമ്പോൾ തരാഞ്ഞതെന്താ? പ്രേമ ഉത്തരം പറയേണ്ടതാണ്. ഞാൻ ഉത്തമ കോൺഗ്രസ് ആണെങ്കിൽ, ഞാൻ കമ്മ്യൂണിസ്റ്റ് ഒന്നുമല്ല, ഞാൻ ഉത്തമ കോൺഗ്രസ് ആണ് എന്ന് പറയുന്നെങ്കിൽ പ്രേമ ഇപ്പം നിന്നെ കൊണ്ടു നടക്കുന്നില്ലേ, കൊല്ലത്തൊക്കെ കൊണ്ടൊന്ന് സ്വീകരണവും മാലയിടക്കമൊക്കെ നടത്തുന്നുണ്ടല്ലോ. VD സതീശാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇപ്പോൾ പ്രേമനെ പറ്റിയാ പറയണേ. ആ പ്രേമനെ എന്തുകൊണ്ട് പ്രേമ നിന്നെ അക്കാദമിയുടെ ചെയർമാനായിട്ട് അവർ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഒരു GC മെമ്പറെങ്കിലും നിന്നെ ആക്കിയിട്ടുണ്ടോ? ആക്കില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ സതീശൻ മച്ചമ്പിയായി കൊണ്ട് നടക്കുന്നത് LDF തന്നെ എടുത്തതുകൊണ്ടാണെന്നുള്ള സാമാന്യ ബോധമെങ്കിലും പ്രേമന് വേണമായിരുന്നു.
സജി ചെറിയാൻ ചെയ്തതിൽ എതിർപ്പുണ്ടെങ്കിൽ, ആണൊരുത്തനാണ് പ്രേമനെങ്കിൽ അന്ന് പറയണമായിരുന്നു. പിന്നെ സജി ചെറിയാൻ വച്ച പ്രോഗ്രാമുകളിലൊന്നും പോകരുതുമായിരുന്നു. എന്നെ ചവിട്ടി പുറത്താക്കി എന്നാണ് പ്രേമന് പരിഭവമെങ്കിൽ, പ്രേമനൊരാണാണെങ്കിൽ അന്ന് ഇത് പച്ചയ്ക്ക് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോണ്ടേ. അന്ന് വൈകുന്നേരം നടന്ന പ്രോഗ്രാമിൽ വരെ പ്രേമൻ സജി ചെറിയാൻ്റെ അടുത്ത് പോയിരുന്നു. അതാണ് കക്ഷി. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ടാണ് പ്രേമൻ ഈ ഹാലളവുന്നത്. പ്രേമ പോകല്ലേടാന്ന് പറയാൻ ഒരു ജോലിയും ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ ഒരു ജോലിയും ഇല്ലാതെ ഇരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രനൊക്കെ പ്രേമൻ്റെ വീട് തേടി പോയി എന്നറിഞ്ഞപ്പോൾ സത്യമായിട്ട് എനിക്ക് നാണം തോന്നി. ഇയാൾക്ക് വേറെ ഒരു പണിയും ഇല്ലെന്ന്. പോകല്ലേ പ്രേമ, നമ്മൾ തന്നെ വീണ്ടും അധികാരത്തിൽ വരും, നിന്നെ ചെയർമാനാക്കാൻ ഞാൻ എന്നൊക്കെ പറയാനായിരിക്കും ഇയാൾ പോയത്. ആര്? കടകംപള്ളി സുരേന്ദ്രൻ പോയത്. നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. പോയെങ്കിൽ പോടാ പോലേ, നീ എവിടെ പോകും എന്നല്ലേ പറയണ്ടേ? കഷ്ടമാണ് കേട്ടോ. അപ്പോഴും പ്രേമം കൂടുതൽ പൊങ്ങും. ഇപ്പോൾ അറിയുന്നു കഴക്കൂട്ടത്ത് പ്രേമന് മത്സരിക്കാൻ സാധ്യത ഏറുന്നെന്ന്. കഴിഞ്ഞ തവണ കടകംപള്ളിക്കെതിരെ മത്സരിച്ചത് ഒരു ഡോക്ടർ ലാലായിരുന്നു. എനിക്ക് നല്ല പരിചയമുള്ള ആളാണ്, നല്ല മാന്യനായ മനുഷ്യനാണ്. നല്ല മത്സരം അദ്ദേഹം കാഴ്ചവെച്ചതാണ്. ഇത്തവണ ലാൽ വന്നാൽ ഒരുപാട് അലിഗേഷനിൽ നിൽക്കുന്ന കടകംപള്ളി ചിലപ്പോൾ വീണു പോകാനും സാധ്യതയുണ്ട്. പ്രേമൻ നിന്നാൽ, ഇപ്പോൾ പറയുന്നു അവിടെ മുരളീധരനാണല്ലോ BJP-യിലെ, പ്രേമൻ നിന്നാൽ 3-ാം സ്ഥാനത്ത് പോകുമെന്ന് മാത്രമല്ല, രാവിലെ ഒരു 8:20-25 ആകുമ്പോൾ UDF-ന് ആ സീറ്റ് നഷ്ടപ്പെടും, തോറ്റു എന്നുള്ള വിവരം പുറത്തു വരും. പക്ഷേ പ്രേമൻ അവിടെ നിന്ന് ജയിച്ചാൽ കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി വരെ ആക്കും. ചിലപ്പോൾ സതീശ് ആക്കും, ചെന്നാൽ മതി. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്. പ്രേമൻ കൗശലക്കാരനാണെന്ന്. കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗിച്ചു. മറുകണ്ഠം ചാടാൻ പ്രേമൻ പറയുന്ന ന്യായമാണ് ഫസ്റ്റ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 3ാമതും ജയിക്കാതെ നല്ല പ്രതിപക്ഷമായിരിക്കണം എന്ന് പറഞ്ഞ സച്ചിദാനന്ദന് 2 മാസം കൂടി നീട്ടിക്കൊടുത്തില്ലേ? അപ്പോൾ പിന്നെ എനിക്ക് എന്താ തരാത്തത് എന്നാണ് ചോദിക്കുന്നത്. മലയാളി മനസ്സിൽ ഒരു ചലനവും സൃഷ്ടിക്കാത്ത കവിയാണ് സച്ചിദാനന്ദനെങ്കിലും അയാൾ എവിടെ നിൽക്കുന്നുവെന്നെങ്കിലും പ്രേമൻ ആലോചിക്കണമായിരുന്നു. പ്രേമൻ എവിടെ നിൽക്കുന്നുവെന്നെങ്കിലും ആലോചിക്കണ്ടായിരുന്നോ പ്രേമ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സഖാവ് വിപ്ലവത്തിൻ്റെ ശുഭ്രനക്ഷത്രം എന്ന PA ബക്കറിൻ്റെ സിനിമ പൂർത്തീകരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ പ്രേമൻ വലിയൊരു താരമായേനെ. പ്രേമൻ ഇപ്പോഴും ലംബോ എന്ന് പറഞ്ഞ ടെലിഫിലിമിൽ തന്നെ നിൽക്കുന്ന ഒരേ ഒരാളാണ്. അതാണ് പ്രേംകുമാർ. ആ പ്രേമൻ പറയുന്നു, സച്ചിദാനന്ദന് ഒരു നീതി, എനിക്കൊരു നീതിയെന്ന്. കമ്മ്യൂണിസ്റ്റാണെന്ന് തെറ്റിദ്ധരിച്ച് പ്രേമൻ്റെ വാചകം വഴി വിശ്വസിച്ച് കഴക്കൂട്ട സീറ്റിൽ അലിഗേഷനുള്ള കടകംപള്ളിക്ക് പകരം പരീക്ഷിക്കാനിരിക്കുന്നതാണെന്ന് കഴക്കൂട്ട സഹാക്കളും പറയുന്നു. ഇതിൽ ഏത് സത്യമെന്ന് എനിക്കറിയില്ല. പ്രേമം മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിലേ ഈ അലിഗേഷൻ ഒരുപാടുള്ള കടകംപള്ളിയെ മാറ്റിയിട്ട് ആ സീറ്റിൽ പ്രേമന് കൊടുക്കാൻ പാർട്ടി ആലോചിച്ചിരുന്നു എന്ന് കഴക്കൂട്ടത്തുള്ള 2-3 സുഹൃത്തുക്കൾ, സഖാക്കൾ എന്നെ വിളിച്ചു പറഞ്ഞു. എന്തായാലും കൃത്യസമയത്ത് പ്രേമൻ സത്യം തുറന്നു പറഞ്ഞത് നന്നായി. ഇതാണ് ശരിക്കും ടൈമിംഗ്. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാതന്ത്ര്യം തന്നെയാണ്. ഇവിടെ സ്റ്റേജ് നിറയെ നേതാക്കൾ. മറ്റു ചിലയിടത്ത് ഇങ്ങനെയല്ല, അവിടെ സ്വാതന്ത്ര്യമില്ല. തുറന്നു പറ പ്രേമ, പിണറായി വിജയൻ പ്രസംഗിക്കുന്ന സ്റ്റേജിൽ അനാവശ്യമായി ഒരു ഈച്ചയ്ക്ക് പോലും കയറാൻ പറ്റില്ല. കോൺഗ്രസ്സുകാർ സതീശനും മറ്റേ സണ്ണി ജോസഫൊക്കെ വരുന്നിടത്ത് പുറത്തിരിക്കുന്നവരെക്കാൾ ഇരട്ടി സ്റ്റേജിലുണ്ടാവുമെന്ന് തുറന്നു പറ. അതിന് പകരം അദ്ദേഹം പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാതന്ത്ര്യം തന്നെയാണ്. ഇവിടെ സ്റ്റേജ് നിറയെ നേതാക്കൾ, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. മറ്റ് ചിലയിടത്ത് അങ്ങനെ അല്ലാത്ത പാർട്ടിയാണ് പ്രേമ കമ്മ്യൂണിസ്റ്റ്. അതുകൊണ്ട് അവിടെ സ്വാതന്ത്ര്യമില്ല എന്നാണ് പറഞ്ഞത്. കുറേ കാലം അവരെ കീഴിൽ അക്കാഡമി ചെയർമാൻ്റെ ചുമതലയും വൈസ് ചെയർമാനും ഒക്കെ മെമ്പറും ഒക്കെ ആയിരുന്ന ആളാണ്. ഇപ്പോൾ പറയുന്നു അവിടെ സ്വാതന്ത്ര്യമില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയും പോലെ തന്നെയാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും. ഇവിടെ രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല. സംസ്കാര സാഹിത്യ വേദിയായതിനാലാണ് താനിവിടെ വന്നതെന്നും ഒക്കെ കൊല്ലത്ത് പ്രേമം വെച്ച് കാച്ചിക്കളഞ്ഞു. 2019 നോമിനേറ്റ് ചെയ്ത ചലച്ചിത്ര അക്കാദമി ഭരണസമിതിയിൽ പ്രേമനെ അംഗമായി എടുത്തു. 2022 അതിൻ്റെ കാലാവധി കഴിഞ്ഞു. പുതിയ ഭരണസമിതിയിൽ പ്രേമനെ വൈസ് ചെയർപേഴ്സണാക്കി. 2025 മാർച്ചിൽ അതിൻ്റെ കാലാവധിയും കഴിഞ്ഞു. 2024 സെപ്റ്റംബറിൽ രഞ്ജിത്ത് രാജിവെച്ചു. അന്ന് കുറേ കാലമായി ചെയർമാൻ പോസ്റ്റ് ന്യായമായും ആഗ്രഹിക്കുന്ന സിബി മലയിലിന് കൊടുക്കുമായിരുന്നു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ കൊടുത്തില്ല.
എത്ര കാലമായി സിബി മലയിൽ ആഗ്രഹിക്കുന്നു അറിയോ? ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചാണ്, സാറേ സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ ഡയറക്ടറാവണോ, KSFDC ഡയറക്ടറാവണോ, എനിക്കത് ചെയർമാൻ ആകണോ, എനിക്കിത് രണ്ടിലും ചെയർമാനാവാൻ എന്നെ കിട്ടില്ല, എന്നെങ്കിലും എനിക്ക് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാവാൻ ആഗ്രഹമുണ്ട് ദിനേശ് എന്ന് എന്നോട് പറഞ്ഞ ആളാണ് സിബി സാർ. ഞാനത് ബി ഉണ്ണികൃഷ്ണന് കൈമാറുകയും ചെയ്തു. ആ മനുഷ്യനെങ്കിലും ഈ രഞ്ജിത്തിനെ പുറത്താക്കിയ സമയത്ത് ഇനിയുള്ള കാലം രണ്ട് വർഷത്തോളം ഉണ്ടല്ലോ, സിബി മലയിൽ ഇരുന്നോട് ചെയർമാൻ എന്ന് പറയണമായിരുന്നു. പക്ഷേ കൊടുത്തില്ല. അവിടെയാണ് പിണറായിയും സജി ചെറിയാനും പിശക് പറ്റിയത്. പകരം ചെയർമാൻ്റെ പോസ്റ്റ് കൂടി വൈസ് ചെയർമാന് കൊടുത്തു. കാലാവധി 2025 മാർച്ചിൽ തീർന്ന പ്രേമൻ 8 മാസം കൂടി അധികകാലം ഇരുന്നു. അതിനുശേഷമാണ് പൂക്കുട്ടി വന്നത് ചെയർമാനായിട്ട്. കുക്കു വന്നു വൈസ് ചെയർമാനായി. 6 വർഷം ഭരണസമിതിയിൽ, 2.5 വർഷം വൈസ് ചെയർമാൻ, 8 മാസം ചെയർപേഴ്സണായി. ഒരു വരട്ട് ചോദ്യം ചോദിക്കട്ടെ പ്രേമ, കാലാവധി കഴിഞ്ഞാൽ പുതിയ ആളിനെ സർക്കാർ നിയമിക്കുമ്പോൾ പഴയ ആളിനോട് പെർമിഷൻ ചോദിക്കണോ പ്രേമ പറയുന്ന പെർമിഷൻ ചോദിക്കണമെന്നാണ്. മാന്യമായ യാത്രയയപ്പ് നൽകിയില്ല. എന്നാൽ പിന്നെ പൂക്കുട്ടി അധികാരമേറ്റ അന്ന് വൈകുന്നേരം നടന്ന IFFK സ്വാഗത സംഘം രൂപീകരണത്തിന് പ്രേമൻ പോയതെന്തിനാ? നാണം വേണ്ടേ പ്രേമ? നിന്നെ പുറത്താക്കി നീതി നടപ്പാക്കിയില്ല എങ്കിൽ നീ എന്തിനാ പുറത്താക്കിയതിൻ്റെ അന്ന് വൈകുന്നേരം, അല്ലെങ്കിൽ പൂക്കുട്ടി ചാർജ് എടുത്തതിൻ്റെ അന്ന് വൈകുന്നേരത്തെ ഈ IFFKയുടെ ആലോചന യോഗത്തിന് പോയത്? അവിടെ വെച്ച് പ്രേംകുമാറിനെ പുകഴ്ത്തി, ഒരുപാട് വാനോളം പുകഴ്ത്തിയാണ് സജി ചെറിയാൻ പ്രസംഗിച്ചത്. പ്രേമനൊരു പുതിയ പോസ്റ്റ് വരുന്നുണ്ട്, ഇനി കഴക്കൂട്ടത്തെ സീറ്റാണോ എന്ന് എനിക്കറിയില്ല, അത് ഞങ്ങൾ കൊടുത്തിരിക്കും പ്രേമന് എന്നൊക്കെ അവിടെ പ്രസംഗിച്ചു. പ്രേമനെ ആസ്വദിച്ച് കേട്ടോണ്ട് വരുന്നു. അതിന് പ്രേമൻ നന്ദിയും പറഞ്ഞു. അപ്പോൾ അതൊക്കെ പ്രേമം മറന്നുപോയി എന്ന് തോന്നുന്നു. സച്ചിദാനന്ദൻ കാലാവധി കഴിഞ്ഞ് 2 മാസം കൂടി അദ്ദേഹത്തിന് നീട്ടിക്കൊടുത്തു. പ്രേമന് കാലാവധി കഴിഞ്ഞ് 8 മാസം നീട്ടി നൽകിയില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതൊക്കെ മഹാരഥന്മാർ ഇരുന്ന കസേരയിൽ ആ പ്രേംകുമാറിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിടിച്ചിരുത്തിയത്? പരിഭവവും പരാതിയും പറയുന്ന അതിനിടയിൽ ഇടയ്ക്ക് ഇതൊക്കെ കൂടി ഒന്ന് ആലോചിക്കുന്നത് ലംബോ പ്രേമന് നല്ലതാണ്. പ്രേമനെ മാറ്റി ചുരുങ്ങിയ കാലത്തേക്ക് ദേശീയവാദിയായ പൂക്കുട്ടിയുടെ സേവനം വാങ്ങാതിരിക്കാമായിരുന്നു എന്നതും ഞാൻ മറക്കുന്നില്ല. പ്രേമന് കൊടുത്ത 10,000 കുലുവ പൂക്കുട്ടിക്ക് കൊടുത്താൽ വാങ്ങുമോ എന്ന് എനിക്കറിയില്ല. അയാൾ ബോംബെ നിന്ന് പറന്നു വരുന്നത് എക്സിക്യൂട്ടീവ് ക്ലാസ്സിലായിരിക്കും, താമസിക്കുന്നത് 5 സ്റ്റാർ ഹോട്ടലിലുമായിരിക്കും. അപ്പോൾ അവിടുത്തെ തീറ്റയും കൂടിയും എല്ലാം കൂടെ ആവുമ്പോൾ അക്കാഡമിയുടെ ചീട്ട് കീറും എന്ന് പോലും സജി ചെറിയാനോ പിണറായിയോ ഓർത്തില്ല. വെള്ളം കോരാനും വളമിടാനും കമ്മ്യൂണിസ്റ്റുകാരും ഫലം അനുഭവിക്കാൻ വിരുദ്ധന്മാരും എന്ന പുതിയ പ്രത്യയശാസ്ത്രം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അല്ലെങ്കിൽ സാരഥികൾ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ അടുത്ത സുഹൃത്തായ പ്രേമൻ ഇപ്പോൾ കാണിച്ച ഗിമ്മിക്സുകൾ മുഴുവൻ തല്ലുപൊളിത്തനമായി പോയി എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട്, എന്ന് കരുതി എനിക്ക് പ്രേമനോട് വിരോധമൊന്നുമില്ല. പ്രേമൻ ഇനിയിപ്പോൾ എന്നെ തിരിച്ചെന്തെങ്കിലും മോശമായിട്ട് വേണമെങ്കിൽ പറഞ്ഞോ, പക്ഷേ പ്രേമൻ കാണിച്ചത് നന്ദികേടാണ്. നിങ്ങളെ എന്താ പറയുക, അപ്പം കോൺഗ്രസ്, അപ്പൻ്റെ അപ്പം ഉത്തമ കോൺഗ്രസ്, ഞാനും കോൺഗ്രസ് എന്നൊക്കെ ഇപ്പോൾ പറയുന്നുവെങ്കിൽ പോലും പ്രേമ, ഈ ജന്മം കോൺഗ്രസ്സുകാർ നിന്നെ കൊണ്ടു കിടക്കില്ലായിരുന്നു. ഇടതുപക്ഷം കൊണ്ടു കിടന്ന് വളർത്തിയതുകൊണ്ട് ചിലപ്പോൾ 10 വോട്ട് പിടിക്കാനായി നിന്നെ കൊണ്ടു കിടക്കും. കിട്ടുന്ന സ്റ്റേജിലെല്ലാം കയറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സർക്കാരിനെയും പറയാവുന്നത്ര അസഭ്യങ്ങൾ വിളിച്ചു പറയൂ. അങ്ങനെ ജനം അറിയട്ടെ പ്രേമൻ ആരാണെന്ന്. ഇത്രേ പറയുന്നുള്ളൂ. നന്ദി, നമസ്കാരം.